ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിനകത്തുള്ള ഒരു 3 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് വരാം. മിസ്റ്റർ ഹരി ഈസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫ്രം ആഗ്ര. ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2019-20 he had the following incomes. ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് പറയുന്ന മിസ്റ്റർ ഹരി ഒരു പാർലമെൻറ്റ് മെമ്പറാണ് അല്ലേ, ഒരു MP ആണ്. 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഇൻകമാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ക്വസ്റ്റിൻ്റെ അവസാന പാർട്ടിൽ പറയുന്നുണ്ട്, കമ്പ്യൂട്ട് ദി ടാക്സബിൾ ഇൻകം അണ്ടർ അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിന് താഴെ ഇദ്ദേഹത്തിന് വരുന്ന ടാക്സബിൾ ഇൻകമാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് നോക്കാം. ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഹി റിസീവ്ഡ് എ സാലറി ഓഫ് ₹4,000 പെർ മന്ത് ആൻഡ് ഡെയിലി അലവൻസ് ഓഫ് ₹20,000 ഫോർ അറ്റൻഡിങ് വേരിയസ് സെഷൻസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ഒരു MP ആണ്. MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് 4,000 രൂപ ഓരോ മാസവും സാലറി ആയിട്ട് കിട്ടുന്നു. അതുപോലെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പല സെഷൻസ് അറ്റൻഡ് ചെയ്തതിന് അദ്ദേഹത്തിന് ₹20,000 ഡെയിലി അലവൻസ് ആയിട്ടും കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒരു MP, MLA തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന സാലറി ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ഫ്രം സാലറീസ് എന്ന ഹെഡിന് താഴെ ടാക്സ് ചെയ്യാൻ പാടില്ല. അതിന് നമ്മൾ അതർ സോഴ്സസ് ഇൻകം ആയിട്ടാണ് ടാക്സ് ചെയ്യേണ്ടത്. എന്നാൽ MP മാർക്കോ MLA മാർക്കോ വല്ല അലവൻസോ പെർക്വിസിറ്റ്സോ കിട്ടുകയാണെങ്കിൽ അത് എക്സംപ്റ്റോ ആണ്. അപ്പോൾ ഇതിനകത്ത് സാലറി 4,000 പെർ മന്ത് ഉണ്ട്, ഡെയിലി അലവൻസ് ₹20,000 ഉണ്ട്. അപ്പോൾ ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് ഒരു അലവൻസ് ആയതുകൊണ്ട് അത് എക്സംപ്റ്റ് ആണ്, ഒരു MPക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സാലറി എന്ത് ചെയ്യണം, നമ്മൾ ഈ ഹെഡിനകത്ത് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കണം. Then 4,000 per month. Salary as MP 4,000 into 12, that is ₹48,000. Second source of income, he had the following investments. First one, 10% fixed deposits of ₹10,000 is held by him in a bank. Interest is credited annually. ഇദ്ദേഹത്തിന് ഒരു ബാങ്കിൽ 10,000 രൂപയുടെ FD ഉണ്ട്, 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് 10,000 രൂപയുണ്ട്. അതിന് എല്ലാ വർഷവും ഒരു തവണയാണ് വാർഷികമായിട്ടാണ് അതിന് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാറുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു വർഷത്തേക്ക് 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 10,000 into 10%, ₹1,000 ആയിരിക്കും FDക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാകുക. അത് ഈ ഹെഡിനകത്ത് ടാക്സ് ചെയ്യേണ്ട എമൗണ്ടാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്നു ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ₹1,000. രണ്ടാമത്തിനകത്ത് പറഞ്ഞ രണ്ടാമത്തെ സബ് പോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത്, ഹി റിസീവ്ഡ് ഡിവിഡൻഡ് ഓഫ് ₹500 ഫ്രം എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഡിവിഡൻഡ് ആയിട്ട് 500 രൂപ കിട്ടുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ഫുള്ളി ടാക്സബിൾ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡിവിഡൻഡ് ഫ്രം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ₹500, 500 രൂപ ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഇൻകം പറയുന്നത്, ഹി വൺ ₹8,000 ഇൻ ക്രോസ്വേഡ് പസിൽസ്. ക്രോസ്വേഡ് പസിൽസിൽ നിന്ന് കിട്ടുന്ന പ്രൈസാണ് ₹8,000. 8,000 രൂപ ക്രോസ്വേഡ് പസിൽസിൽ നിന്ന് ഇൻകം ആയിട്ട് കിട്ടുന്നു അല്ലേ. ഒരു ക്യാഷ്വൽ ഇൻകം ആണ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. ₹8,000 ഈസ് ടാക്സബിൾ as winning from crossword puzzles ₹8,000. Okay, then next item, fourth one. On 1st September 2019, he purchased a plot of land for constructing his house. On account of shortage of funds, he could not get this house constructed and hence let out the plot at ₹150 per month from 1st November 2019. 2019 സെപ്റ്റംബർ 1 ഇദ്ദേഹം ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരു ലാൻഡിൻ്റെ പ്ലോട്ട് പർച്ചേസ് ചെയ്തു. പക്ഷേ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കാരണം അദ്ദേഹത്തിന് ആ വർഷം വീട് നിർമ്മിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്,
2019 നവംബർ 1 മുതൽ 150 രൂപ ഒരു മാസത്തേക്ക് വാടകയ്ക്ക് ആ ലാൻഡ് കൊടുക്കുകയാണ്. ആ പ്ലോട്ട് 150 രൂപ വാടക ഫിക്സ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് റെൻ്റാണ് ഇവിടെ എന്ന് പറയുമ്പോൾ പ്ലോട്ടിനുള്ള റെൻ്റാണ്, ലാൻഡിനുള്ള റെൻ്റാണ്. ലാൻഡിൻ്റെ റെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ആണ്. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട റെൻ്റാണെങ്കിൽ നമ്മൾ അതർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിക്കകത്താണ് എടുക്കുക. പക്ഷേ ബിൽഡിങ്ങുമായി ബന്ധമില്ലാത്ത ഒരു ലാൻഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യുകയാണ്. അപ്പോൾ 150 രൂപ ഒരു മാസത്തേക്കാണ്. നവംബർ മുതലേ വാടക കൊടുക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ നമ്മൾ നോക്കിയാൽ അതിനകത്ത് 5 മാസങ്ങളാണുള്ളത് അല്ലേ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ 5 മാസങ്ങളിലേക്ക് 150 രൂപ വീതം 150 × 5 750 രൂപയാണ് നമുക്ക് ലാൻഡിനുള്ള ഇൻകമായിട്ട് കാണാൻ കഴിയുക. ₹750 ഈസ് ഇൻകം ഫ്രം ലാൻഡ് ഫോർ 5 months. നെക്സ്റ്റ് 5ാമത്തെ സോഴ്സ് പറയുന്നത് ഹി ഹാസ് ലെറ്റ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ആൻഡ് ആൾസോ ബിൽഡിംഗ് ടു മിസ്റ്റർ കൃഷ്ണ ഗോപാൽ അറ്റ് എ മന്ത്ലി റെന്റ് ഓഫ് ₹5,000. He spent ₹1,500 on the repair of machinery, furniture and building during the previous year. Depreciation allowed in respect of these assets for the previous year was ₹10,000. അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇവിടെ അസസി അദ്ദേഹത്തിൻ്റെ ഒരു മെഷീനറിയും ഫർണിച്ചറും ബിൽഡിങ്ങിൻ്റെ കൂടെ ഒരു കോമ്പോസിറ്റ് ലെറ്റിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ കൂടെ മെഷീനറിയും ഫർണിച്ചറും ഒന്നിച്ച് വാടക കൊടുക്കുകയാണ്. കൃഷ്ണഗോപാൽ എന്ന് പറയുന്ന ഒരാൾക്കാണ് വാടക കൊടുക്കുന്നത്. 5000 രൂപയാണ് ഒരു മാസത്തേക്കുള്ള വാടക ഫിക്സ് ചെയ്യുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ വീടിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടി മെഷീനറിയുടെയും ഫർണിച്ചറിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും റിപ്പയറിങ്ങുമായി ബന്ധപ്പെട്ട് 1500 രൂപയും ഈ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷനായിട്ട് ₹10,000 അദ്ദേഹം ക്ലെയിം ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും പ്ലാന്റോ മെഷീനറിയോ ബിൽഡിങ്ങോ പ്ലാന്റോ മെഷീനറിയോ ഫർണിച്ചറോ ഒക്കെ ബിൽഡിങ്ങിൻ്റെ കൂടെയോ അല്ലാതെയോ വാടക കൊടുക്കുകയാണെങ്കിൽ ആ വാടക എമൗണ്ടിൽ നിന്ന് എന്തെല്ലാം കുറക്കാൻ പറ്റും? ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറക്കാം, റിപ്പയറിംഗ് ചാർജ് കുറക്കാം, എല്ലാം കുറക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ സെൻസിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഇയാൾ കിട്ടുന്ന ഇൻകം 5,000 പെർ മന്ത് ആണ്. ദെൻ 5,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ റെന്റ് ഓഫ് ബിൽഡിംഗ് മെഷീനറി ആൻഡ് ഫർണിച്ചർ 5,000 × 12 ₹60,000 വരും അല്ലേ. ഈ 60,000 നിന്ന് റിപ്പയറിംഗ് ചാർജ് ₹1,500 അതുപോലെ ഡിപ്രീസിയേഷൻ ₹10,000 ടോട്ടൽ ₹11,500 എന്ന് പറയുന്ന എമൗണ്ട് എന്ത് ചെയ്യാം? ഈ ഇൻകത്തിൽ നിന്ന് കുറക്കാം. ദെൻ 60,000 മൈനസ് 11,500 ബാക്കി ₹48,500 എന്ന് പറയുന്ന എമൗണ്ടാണ് ടാക്സബിൾ റെൻ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ₹1,06,750. ദിസ് എമൗണ്ട് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. Dr. Biju is a professor of economics and is a resident in India. He submits the details of the following incomes for computing his taxable income from other sources for assessment year 2020-21. ഡോക്ടർ ബിജു എന്ന് പറയുന്ന ആള് ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആണ്, ഒപ്പം തന്നെ ഒരു ഇക്കണോമിക്സിലെ പ്രൊഫസറാണ്. 2020-21 അസസ്മെന്റ് ഇയറിലേക്ക് ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇൻകം വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ അതർ സോഴ്സ് ഇൻകം എന്താണെന്നുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിലേക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഹീസ് ആൻ ഓഥർ ഓഫ് എ ടെക്സ്റ്റ് ബുക്ക് ഫോർ സ്കൂൾസ് വിച്ച് ഫെച്ച്ഡ് ഹിം എ ഗ്രോസ് റോയൽറ്റി ഓഫ് ₹45,000. അല്ല, ഇദ്ദേഹം സ്കൂളിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു ഓഥറാണ്. അദ്ദേഹത്തിന് ആ ഇനത്തിൽ റോയൽറ്റി ഇൻകമായി ₹45,000 കിട്ടുന്നു. അപ്പോൾ ഈ 45,000 റോയൽറ്റി ഇൻകം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഡിഡക്ഷനുകൾ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ഡിഡക്ഷനുകളാണ്? ഒന്ന്, സാലറി ടു എ ക്ലർക്ക് ഹു കളക്ട്സ് നെസസറി ഡാറ്റ ഫോർ ഹിം ആൻഡ് ഗോസ് ത്രൂ ദ ഫൈനൽ പ്രൂഫ് റീഡിംഗ് ₹24,000. ഇദ്ദേഹത്തിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഉള്ള ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയും ഒരു ക്ലർക്കിന് ₹24,000 സാലറി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റോയൽറ്റി ഇൻകത്തിൽ നിന്ന് കുറക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ പേഴ്സണൽ എക്സ്പെൻഡിച്ചറോ അല്ലാത്ത എല്ലാ എമൗണ്ടും കുറക്കാൻ കഴിയുമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റോയൽറ്റി എമൗണ്ട് ₹45,000 നിന്ന് ഈ ക്ലർക്കിന് കൊടുക്കുന്ന സാലറി എമൗണ്ട് കുറക്കാൻ കഴിയും. ഒന്ന്.
രണ്ടാമത് പറയുന്നത് ടെലിഫോൺ എക്സ്പെൻസസ് ഓഫ് ₹1,200 attributed to the publication and sale of his book and other matters in connection with the printing of new edition of book. ഈ ബുക്കിൻ്റെ പുതിയ എഡിഷൻ്റെ പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടും മറ്റും പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സെയിൽസുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇദ്ദേഹത്തിന് വന്ന ടെലിഫോൺ എക്സ്പെൻസ് ഒരു 1,200 രൂപയുണ്ട്. അതും എന്ത് ചെയ്യാൻ കഴിയും? ഈ റോയൽറ്റി എമൗണ്ട് ഒന്ന് കുറക്കാൻ കഴിയും. കാരണം ഈ റോയൽറ്റി ഇൻകം മേടിച്ചതിന് വേണ്ടി വന്ന എക്സ്പെൻഡിച്ചർ ആണത്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് എക്സ്പെൻസസ് അല്ലേ, സാലറി ടു ക്ലർക്ക് ഫോർ ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രൂഫ് റീഡിംഗ് ആൻഡ് ആൾസോ ടെലിഫോൺ എക്സ്പെൻസസ്, ഈ രണ്ട് എമൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോയൽറ്റി ഇൻകമായ ₹45,000 എന്ന് കുറക്കാം. നമുക്ക് അത് കാണാൻ കഴിയും. ഇൻകം ഫ്രം റോയൽറ്റി ₹45,000, സാലറി ടു ക്ലർക്ക് ₹24,000, ടെലിഫോൺ എക്സ്പെൻസസ് 1,200. Then ₹25,200 is deducted from the amount of ₹45,000. The remaining amount of ₹19,800 that is taken as taxable income from royalty. Then second one, income from articles which were published in Economic Times, ₹3,000. Economic Times എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനകത്ത് ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നു. അതിന് കിട്ടുന്ന ഇൻകമാണ് ₹3,000. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ആർട്ടിക്കിൾസ് റൈറ്റിങ്ങിന് കിട്ടുന്ന ഇൻകം അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യപ്പെടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ₹3,000 എന്ന് പറയുന്ന എമൗണ്ടിനെ ഇദ്ദേഹത്തിൻ്റെ ടാക്സബിൾ അതർ സോഴ്സ് ഇൻകമായിട്ട് കാണിക്കണം. ഇൻകം ഫ്രം ആർട്ടിക്കിൾസ് ₹3,000. മൂന്നാമത്തെ ഐറ്റം, ഹി ലിവ്സ് ഇൻ റെന്റഡ് ഹൗസ് ആൻഡ് പേയിങ് എ റെന്റ് ഓഫ് ₹3,000 per month. The house is too big for his family. Hence, he was sublet 1/3 portion of house on rent of ₹1,500 per month. He has undertaken the liability of paying municipal taxes of ₹1,500 on the old house and also the current repairs of the old house amounting to ₹6,000. മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഇൻകം പറയും, ഇദ്ദേഹം ഒരു വാടകയ്ക്ക് എടുത്ത വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ആ വീടിന് ഒരു മാസത്തേക്ക് 3,000 രൂപയാണ് വാടക കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വീടാണ്. ഇത്രയും വലിയ വീട് ഇയാളുടെ ഫാമിലിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ വീടിൻ്റെ 3/4 ഭാഗം 1/3 1,500 രൂപ ഒരു മാസത്തേക്ക് വാടക ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് വാടക കൊടുക്കണം. അത് സബ്ലെറ്റ് ചെയ്യാണ് അല്ലേ. എടുത്ത വീടിൻ്റെ ഒരു പോർഷൻ 1/3 മറ്റൊരാൾക്ക് സബ്ലെറ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള മുനിസിപ്പൽ ടാക്സിൻ്റെ മൊത്തം വീടിൻ്റെ എന്ന് പറയുമ്പോൾ വാടകയ്ക്ക് എടുത്ത ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം മുനിസിപ്പൽ ടാക്സ് 1,500 രൂപയും അതുപോലെ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ വർഷത്തേക്കുള്ള റിപ്പയറിംഗ് ചാർജ് 6,000 രൂപയും ഈ പറഞ്ഞ പ്രൊഫസർ തന്നെയാണത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻകം എങ്ങനെയാണ് കാണിക്കേണ്ടത്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഇത് വാടകയ്ക്ക് എടുത്തതാണ് അല്ലേ. 3,000 per month വാടകയ്ക്കാണ് ഇയാൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇയാൾ വാടക കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾ കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, ഇയാൾ സബ്ലെറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻകമാണ് ഇയാളുടെ ഇൻകം അല്ലേ. വാടക കൊടുക്കുന്ന ആളുടെ ഈ സബ്ലെറ്റ് ചെയ്യുന്ന ആളെ ഇൻകം എന്ന് പറയുമ്പോൾ അയാൾ രണ്ടാമത് വാടക കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഇൻകമാണ്. അപ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റും, ഇതിനകത്ത് 1,500 per month, ₹1,500 per month അല്ലേ എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഇവിടെ സബ്ലെറ്റിങ്ങിലൂടെ കിട്ടുന്ന റെന്റ് എന്ന് പറയുന്നത്. ഈ റെന്റിൽ എന്തെല്ലാം കുറക്കണം? ഇയാളിത് വാടകയ്ക്കെടുത്ത ബിൽഡിംഗ് ആണ് അല്ലേ. ഇയാൾ വാടകയ്ക്കെടുത്ത ബിൽഡിംഗ് ആകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, ഒരു വാടക കൊടുക്കണം അല്ലേ. അപ്പോൾ സബ്ലെറ്റ് ചെയ്യുന്ന 1/3 പോർഷന്റെ ആ പ്രൊപ്പോർഷനിൽ നമ്മൾ ഇയാൾ കൊടുക്കേണ്ട വാടക എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 3,000 രൂപയാണ് മൊത്തം വീടിന്റെ വാടക അല്ലേ. അതിന്റെ 1/3 ആണ് സബ്ലെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ 3,000ന്റെ 1/3 അല്ലേ എന്ന് പറയുമ്പോൾ ₹1,000 വരും. 1,000 ഒരു മാസത്തേക്ക് ഇയാൾ ഈ സബ്ലെറ്റ് ചെയ്യുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വാടക കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ 1,500 രൂപ ഒരു മാസം ഇയാൾക്ക് വാടക കിട്ടുമ്പോൾ 1,000 രൂപ അയാൾ എന്ത് ചെയ്യണം, ആ പോർഷനുള്ള വാടക ഇതിന്റെ ഓണർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് അവിടെ വരുന്നുണ്ട്, റെന്റ് കൊടുക്കുന്ന എമൗണ്ട്. രണ്ടാമത് ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട മുനിസിപ്പൽ ടാക്സിന്റെ എമൗണ്ട് 1,500 രൂപയും മൊത്തം ബിൽഡിങ്ങിന്റെ 1,500 രൂപ എന്ന് പറയുമ്പോൾ 1,500 രൂപയിൽ 1/3 എന്താണ്, ഇയാൾ സബ്ലെറ്റ് ചെയ്യുന്ന പോർഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ 1,500ന്റെ 1/3 500 രൂപ, അതും എന്ത് ചെയ്യണം, ഇയാൾ കിട്ടുന്ന ഈ 1,500 രൂപയെന്ന് കുറയ്ക്കേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ വീടിന്റെ റിപ്പയറിംഗ് ചാർജ് ആ വർഷത്തേക്ക് 6,000 രൂപ, അത് മൊത്തം വീടിന്റെയാണ്. 6,000-ൽ ഈ വീടിന്റെ 1/3 മാത്രമാണ് സബ്ലെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/3 പോർഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അതും കുറക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന 1,500 per month എന്ന് പറയുന്ന എമൗണ്ടിൽ നിന്ന് മുനിസിപ്പൽ ടാക്സിന്റെ 1,500ന്റെ 1/3 ഭാഗവും
റിപ്പയറിംഗ് ചാർജ് 6000-ന്റെ 1/3 ഭാഗവും അതുപോലെ ഇയാൾ കൊടുക്കുന്ന വാടക എമൗണ്ടിൻ്റെ 1000 രൂപ വെച്ച് ഉള്ള ഒരു മാസത്തേക്കുള്ള വാടക വെച്ചുള്ള എമൗണ്ടും കുറക്കണം. ബാക്കി വരുന്ന എമൗണ്ടിനെ മാത്രമേ സബ്ലെറ്റിംഗ് നിന്ന് കിട്ടുന്ന ഇൻകമായിട്ട് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ദ റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് അല്ലേ, ₹1500 ഇൻറ്റു 12, ₹18,000 ആണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന റെന്റ്. എക്സ്പെൻസസ് എന്തൊക്കെയാണ്? ഒന്ന് റെന്റ് പെയ്ഡ് അല്ലേ, 3000 രൂപയാണ് ബിൽഡിങ്ങിന്റെ വാടക. അതിൽ 1/3 ഇയാൾ സബ്ലെറ്റിന്റെ പോർഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒരു മാസത്തേക്ക് 1000 രൂപ വാടക വരും. 12 മാസത്തേക്ക് ₹12,000 വരും. മുനിസിപ്പൽ ടാക്സ് 1500 മൊത്തം ബിൽഡിങ്ങിനാണ്. അതിന്റെ 1/3 ഈ സബ്ലെറ്റിന്റെ പോർഷനുമായി ബന്ധപ്പെട്ടതാണ്, അത് കുറക്കണം. റിപ്പയറിംഗ് ചാർജ് മൊത്തം 6000 രൂപയാണ്. അതിന്റെ 1/3 ഈ സബ്ലെറ്റിന്റെ പോർഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 6000-ന്റെ 1/3 2000 രൂപ വരും അല്ലേ. അപ്പോൾ ഈ 3 എക്സ്പെൻസുകളും 12,000 + 500 + 2,000 ₹14,500 that is deducted from the rent received from subletting of ₹18,000. The resulting figure of ₹3,500 is taxable as rent from subletting. Okay. ഇനി അതിനകത്തുള്ള നാലാമത്തെ സോഴ്സ് ഓഫ് ഇൻകം പറയുന്നത് he received ₹250 per lecture delivered at Christian Institute. During the previous year he delivered 24 lectures. ഇദ്ദേഹം ജോലി ചെയ്യുന്ന കോളേജിലല്ലാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിലല്ലാതെ ഇദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപനം, മറ്റൊരു സ്ഥാപനത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിന് 250 രൂപ എന്ന നിരക്കിലാണ് ഇദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നത്. ആ ഒരു പ്രീവിയസ് ഇയറിൽ 24 ലെക്ചറുകളാണ് ഇദ്ദേഹം മൊത്തം ഡെലിവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കിട്ടുന്ന ഇൻകം ഇയാളുടെ സാലറി ഇൻകം അല്ല അല്ലേ, കാരണം എംപ്ലോയർ അല്ല ഈ എമൗണ്ട് കൊടുക്കുന്നത്, മറ്റൊരു ആളാണ്. അപ്പോൾ എംപ്ലോയർ അല്ലാത്ത മറ്റൊരാൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ 250 രൂപ ഒരു ലെക്ചറിന് വെച്ച് 24 ലെക്ചറിന് കിട്ടുന്ന എമൗണ്ട് 250 × 24 എന്ന് പറയുന്ന എമൗണ്ട് എന്ത് ചെയ്യണം? ഈ ഹെഡിനകത്ത് ടാക്സ് ചെയ്യണം അല്ലേ. ദെൻ ഇൻകം ഫ്രം ലെക്ചർ എന്ന് പറയുന്നത് 250 × 24 ₹6,000 എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് 5ാമത്തെ സോഴ്സ് പറയുന്നത് he is an examiner of a number of universities. This source gave him a remuneration of ₹7,000. ഇദ്ദേഹം പല യൂണിവേഴ്സിറ്റികളുടെയും എക്സാമിനറാണ് അല്ലേ. അങ്ങനെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് 7,000 rupees-ആണ് ആ വർഷം ഇൻകം കിട്ടിയത്. അതെന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന്റെ അതർ സോഴ്സ് ഇൻകമായി ടാക്സ്. നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ലോയേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ കിട്ടുന്ന എക്സാമിനേഷൻ റെമുനറേഷൻ എമൗണ്ടിന് അവരുടെ അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യപ്പെടണം. അതുകൊണ്ട് ₹7,000 എന്ന് പറയുന്ന റെമുനറേഷൻ ഫോർ എക്സാമിനേഷൻസ് അല്ലേ, അത് നമ്മൾ ഇദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകം ആയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് 6th one, his other incomes include winning from card games and betting ₹6,500, winning from chess ₹1,000, received interest on Government of England bonds ₹500. ഇതിൽ മറ്റു ചില ഇൻകം പറയുന്നത് ഒന്ന് കാർഡ് ഗെയിംസും ബെറ്റിങ്ങും അതുമായി ബന്ധപ്പെട്ട് 6500 രൂപ ക്യാഷ്വൽ ഇൻകം ആണ് അല്ലേ, ക്യാഷ്വൽ ഇൻകം ആണ്. അത് ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ₹10,000 വരെ കിട്ടുന്ന എമൗണ്ട് ആകുമ്പോൾ TDS ഇല്ല. അപ്പോൾ TDS ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇയാൾ കിട്ടിയ എമൗണ്ട് പൂർണ്ണമായും ഇയാളുടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ 6500 രൂപ തന്നെയാണ് ഇയാളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്ന എമൗണ്ട്. ചെസ് അല്ലേ, ഒരു ഗെയിമാണ്, അതിലൂടെ 1000 രൂപ കിട്ടുന്നു. അതും ഒരു ക്യാഷ്വൽ ഇൻകമായി കണക്കാക്കേണ്ട ഐറ്റമാണ്, അതർ സോഴ്സ് ഇൻകമായി വരുന്ന ഐറ്റമാണ്. അതിന് TDS കുറക്കേണ്ടി വരില്ല, കാരണം 1000 രൂപയായി ഇൻകം കിട്ടുന്നത് ₹10,000 വരെ TDS അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇംഗ്ലണ്ട് ബോണ്ട് ഒരു ഫോറിൻ സെക്യൂരിറ്റിയാണ്. ഫോറിൻ സെക്യൂരിറ്റി കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ₹500. അപ്പോൾ ഈ 3 എമൗണ്ടുകളും കാർഡ് ഗെയിംസ് ആൻഡ് ബെറ്റിംഗ് ₹6,500, വിന്നിംഗ് ഫ്രം ചെസ് ₹1,000, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ഓഫ് ഇംഗ്ലണ്ട് ബോണ്ട് ₹500. ഈ 3 എമൗണ്ടും എന്താണ്? അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് അല്ലേ. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് 6,500, 1,000 ആൻഡ് ₹500. ദെൻ 7th പോയിന്റ് പറയുന്നത് received ₹2,000 as dividend from a company in which public are substantially interest by an account paycheck. ഇദ്ദേഹത്തിന് ഒരു കമ്പനിയിൽ നിന്ന്, പബ്ലിക്കിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് ചെക്കായിട്ട് 2000 രൂപ ഡിവിഡൻഡ് കിട്ടുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊരു ഫോറിൻ കമ്പനിയാണെന്നോ മറ്റൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു അതൊരു ഇന്ത്യൻ കമ്പനിയാണ്, ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഡൊമസ്റ്റിക് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്ന എമൗണ്ട് 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ എക്സംപ്റ്റ് ആണ്. അതിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടാക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. ഇവിടെ ₹2,000 ആകെ വരുന്ന എമൗണ്ട് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്ന എമൗണ്ട്, ഡിവിഡൻഡ്
that is assumed as received from a domestic company that is exempted from tax. അപ്പോൾ ഇത്രയും സോഴ്സിലുള്ള ഇൻകമാണ് ഇവിടെ ഡോക്ടർ ബിജു എന്ന് പറയുന്ന ഈ പ്രൊഫസർ കിട്ടുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഇവിടെ ₹47,300. That is the taxable income under other sources. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഒരു എക്സാമ്പിളോട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. മിസ്റ്റർ അക്ബർ, ആൻ ordinarily resident in India, earned the following incomes during the previous year 2019-20. അല്ലേ, അക്ബർ എന്ന് പറയുന്ന ആൾ ഒരു ഓർഡിനറി റെസിഡന്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് താഴെ പറയുന്ന ഇൻകമാണ് പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുള്ളത്. അതിലൊന്ന് ഡയറക്ടേഴ്സ് ഫീസ് ആണ്. ഡയറക്ടേഴ്സ് ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യുന്ന ഐറ്റമാണ്. ദെൻ ഫസ്റ്റ് ഐറ്റം ഈസ് ഡയറക്ടേഴ്സ് ഫീസ് ₹2,000. ദെൻ നെക്സ്റ്റ് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് കിട്ടുന്ന ഇൻകം ആണ്. അല്ലെ, നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ എന്താണ്, എക്സംപ്റ്റ് ആണ്. ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് അത് അതർ സോഴ്സ് ഇൻകമായി ടാക്സ് ചെയ്യപ്പെടണം. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം in Pakistan ₹5,000 is taxable here. The next one is ground rent for land in India ₹10,000. Ground rent എന്ന് പറയുമ്പോൾ ഭൂമി മാത്രം വാടക കൊടുക്കുക, ലാൻഡ് മാത്രം വാടക കൊടുക്കുകയാണ്. അതിൽ ബിൽഡിങ്ങോ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല, ലാൻഡ് മാത്രം വാടക കൊടുക്കുന്നത്. അതാണ് ഗ്രൗണ്ട് റെന്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇന്ത്യയിൽ ഗ്രൗണ്ട് റെന്റ് ലെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന റെന്റ് ആണ് ₹10,000. അല്ലേ, അതൊരു ബിൽഡിങ്ങുമായി ബന്ധമുള്ള ലാൻഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതർ സോഴ്സ് ഇൻകമായി കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് ₹10,000 എന്ന് പറയുന്ന എമൗണ്ട് ഗ്രൗണ്ട് റെന്റിനെ നമ്മൾ ഇതിനകത്ത് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ₹100. പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ₹100. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ ₹3,500 വരെ എക്സംപ്റ്റ് ആണ്. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ ₹7,000 വരെ എക്സംപ്റ്റ് ആണ്. ഇവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ തന്നെയും ₹100 ആകെ ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. അല്ലെ, ₹3,500 വരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഐറ്റം ഇവിടെ എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻകമാണ്. ദർ ഈസ് നോ ടാക്സബിൾ എമൗണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് IFCI ₹500. IFCI ഡെപ്പോസിറ്റ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ₹500. ഈ IFCIയുടെ ഡെപ്പോസിറ്റ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ആണ്. അതർ സോഴ്സ് ഇൻകമായി കാണിക്കേണ്ട ഐറ്റം ആണ്. നമ്മൾ ഇതിനകത്ത് ടാക്സ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വിത്ത് IFCI ₹500. ദ നെക്സ്റ്റ് ഐറ്റം ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി ₹700. അല്ലേ, ഒരു ഫോറിൻ കമ്പനി ₹700 ഡിവിഡൻഡ് കൊടുക്കുന്നു. നമ്മൾ ഫോറിൻ കമ്പനീസിന് ഡിവിഡൻഡ് കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് നെറ്റ് എമൗണ്ട് ഈസ് ടാക്സബിൾ. എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ ആ എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി ₹700. നെക്സ്റ്റ് റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് എ ഹൗസ് ₹26,250. ഇദ്ദേഹം വാടകയ്ക്ക് എടുത്ത ഒരു വീട് സബ്ലെറ്റ് ചെയ്യുമ്പോൾ 26,250 അതിന് റെന്റ് കിട്ടുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നുണ്ട് റെന്റ് പേയബിൾ ബൈ ഹിം ഫോർ സബ്ലെറ്റ് ഹൗസ്. ഇത് ഇയാൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ഇയാൾക്ക് വരുന്ന വാടക എമൗണ്ട് ₹12,000. ₹12,000 ഇയാൾ വാടകയ്ക്ക് എടുത്ത ബിൽഡിംഗ് ആണ്. ₹26,250 ഇയാൾ മറ്റാൾക്ക് വാടക കൊടുക്കുന്നത്. അല്ലേ, അതർ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഓൺ ദിസ് സബ്ലെറ്റ് ഹൗസ് ഈസ് ₹1,000. ₹1,000 വേറെയും ഈ വീടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ₹26,250 എന്ന് പറയുന്ന സബ്ലെറ്റിലൂടെ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് വന്നിട്ടുള്ള ഇയാൾ കൊടുക്കേണ്ട വാടക എമൗണ്ട് ₹12,000 മറ്റു എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ള ₹1,000 കുറക്കണം. അല്ലെ, ബാക്കി വരുന്ന എമൗണ്ട് ടാക്സബിൾ ആവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് റെന്റ് ഫ്രം സബ്ലെറ്റിംഗ് ഈസ് ₹26,250 ലെസ് റെന്റ് പെയ്ഡ് ₹12,000, അതർ എക്സ്പെൻസസ് ₹1,000. Then 12,000 plus 1,000 ₹13,000 is deducted from the rent from subletting 26,250. The remaining amount of ₹13,250 is taxable under this head of income. The next item, winning from race, ₹12,300. Winning from race എന്ന് പറയുന്നത് ഒരു കാഷ്വൽ ഇൻകം ആണ് അല്ലേ. ഇവിടെ വിന്നിംഗ് ഫ്രം റേസ് എന്നാണ് പറയുന്നത്. വിന്നിങ്സ് റിസീവ്ഡ് എന്നോ നെറ്റ് എന്നോ ഇതിനകത്ത് പറയാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്, ഇതിന്റെ ഗ്രോസ് എമൗണ്ട് ആണ്. TDS കുറക്ക മുമ്പ് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ₹12,300 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആണ് ഈ ഹെഡിനകത്ത്. ദെൻ വിന്നിംഗ് ഫ്രം റേസ്
rupees 12,300. The last one is interest on securities rupees 4,000. Securities in interest ആയിട്ട് rupees 4,000 കിട്ടുന്നു. ടാക്സബിൾ ആണ് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് rupees 4,000 എന്ന് പറയുന്ന എമൗണ്ട്. ഇവിടെ ഇത് ഗവൺമെന്റ് സെക്യൂരിറ്റിയോ ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് എന്നൊന്നും ക്വസ്റ്റൻ ഇത് പറയാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? ഇത് ഒരു ലെസ് ടാക്സ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അതിന് കിട്ടുന്ന ഇൻകം rupees 4,000 ഉണ്ട്. അത് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന എമൗണ്ട് rupees 4,000. അപ്പൊ ഇത്രയാണ് ഇവിടെ ഈ അസസിയുടെ അക്ബർ എന്ന് പറയുന്ന റെസിഡന്റ് ആയിട്ടുള്ള അസസിയുടെ അതർ സോഴ്സ് ഇൻകം ആയിട്ട് വരുന്നത്. നമ്മൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് കിട്ടുന്ന എമൗണ്ട് ഇവിടെ rupees 47,750 എന്ന് വരും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിന് താഴെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.